തൃണമൂൽ പിളർപ്പ് പാർലമെന്റിലെ സമവാക്യങ്ങൾ മാറ്റുന്നു. പശ്ചിമബംഗാൾ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര കലഹവും പിളർപ്പും ഇന്ത്യൻ പാർലമെന്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുന്നു. പ്രതിപക്ഷ നിരയിലെ കരുത്തായ TMCയുടെ തകർച്ച പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്ക് കനത്ത ആഘാതമാകുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഇത് നൽകുന്നത് വൻ രാഷ്ട്രീയ മേൽക്കൈയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട BJP ചന്ദ്രബാബു നായിഡുവിന്റെ TDP, നിതീഷ് കുമാറിന്റെ JDU എന്നീ കക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരണം നിലനിർത്തുന്നത്. എന്നാൽ TMC വിമതർ NDA പാളയത്തിലേക്ക് എത്തുന്നതോടെ സഖ്യകക്ഷികളെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് BJPക്ക് താൽക്കാലിക ആശ്വാസം ലഭിക്കും. ഇതോടെ BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സഖ്യകക്ഷികളുടെ ശക്തിയും കുറയും. ഈ രാഷ്ട്രീയ മാറ്റം ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയ്ക്കും അദ്ദേഹത്തിന്റെ ശിവസേന വിഭാഗത്തിനുമാണ്. ലോക്സഭയിൽ 7 MPമാരുള്ള ഷിൻഡെ വിഭാഗം NDAയിലെ 4ാമത്തെ വലിയ കക്ഷിയായിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടുകയും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ഷിൻഡെയുടെ സ്വാധീനം സംസ്ഥാനത്ത് കുറഞ്ഞിരുന്നു. പാർലമെന്റിലെ 7 MPമാരുടെ ബലത്തിലാണ് ഷിൻഡെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്ന് വലിയൊരു വിഭാഗം TMC വിമതർ BJPയെ പിന്തുണയ്ക്കുന്നതോടെ ഷിൻഡെയുടെ സ്വാധീന ശക്തി ഇല്ലാതാകും. പാർലമെന്റിൽ നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾ പാസാക്കുന്നതിന് 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. മുമ്പ് ലോക്സഭയിൽ ഈ മേൽക്കൈ ഇല്ലാതെ വന്നപ്പോഴാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ എന്നിവ NDAക്ക് പാസാക്കാൻ സാധിക്കാതെ വന്നത്. TMC വിമതർ ഒപ്പം ചേരുന്നതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാന ബില്ലുകൾ പാസാക്കിയെടുക്കാൻ NDAക്ക് സാധിക്കും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പാർലമെന്റിൽ അയോഗ്യരാകാതിരിക്കാൻ പാർട്ടിയിലെ ആകെ MPമാരുടെ 2/3 ഭാഗവും പേരെങ്കിലും ഒന്നിച്ച് കൂറുമാറേണ്ടതുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ 19 MPമാരുടെ പിന്തുണ വിമത വിഭാഗത്തിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ വിമത ചേരിയിൽ 20 പേരുണ്ട്. മമതാ ബാനർജിക്കും പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് ഈ പിളർപ്പ്. BJPക്ക് നേട്ടമാണെങ്കിലും NDAയിലെ സഖ്യകക്ഷികൾക്കും സന്തോഷം നൽകുന്ന ഒന്നല്ല TMCയുടെ പിളർപ്പ്.